നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വന്തം റിമി ടോമിയുമായിട്ടുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസം. റിമിയുടെ സിനിമാ ജീവിതം കഴിഞ്ഞ് ഗായിക ലോകത്തേക്ക് നമ്മൾ പോകുകയാണ്. റോയ്സിനോടൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു അസ്തമനത്തിന് മുമ്പ് തീർക്കോ? അത് പറ്റാറില്ല. അത് പറ്റില്ല. പക്ഷേ അവന്റെ അടുത്ത് മാത്രം അത് അല്ല പിറ്റേ ദിവസം ആണെങ്കിൽ സോൾവ് ആക്കിയിരിക്കും. പക്ഷെ എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം, അത് അന്നേക്ക് സോൾവ് ആക്കിയ പിറ്റേ ദിവസം അടക്കം വീണ്ടും അല്ല, നാളെ നമുക്ക് എന്താ സംഭവിക്കുക, ആ വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അത് പിന്നെ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു മുറിവായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. വിശുദ്ധ റിമി ടോമി, ഞാൻ പോപ്പിനൊരു കത്തെഴുതുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശുദ്ധിയൊന്നുമല്ല. ഒരു മനുഷ്യനുണ്ടാകും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, ചീത്ത സ്വഭാവങ്ങളും നല്ല സ്വഭാവങ്ങളും ഒക്കെ എനിക്കുണ്ട്. അതാണ് റിമി ടോമി, അതാണ് മനുഷ്യൻ. അത്രേ ഉള്ളൂ. റിമി, അപ്പോൾ ജയറാം ചോദിച്ചൊരു കാര്യമുണ്ട്, കൊല്ലാൻ ശ്രമിച്ചാണോ? അല്ലതല്ലേ ചോദിച്ചേ. അതായത് ഈ അഭിനയത്തിന്റെ തീഷ്ണതയിൽ സംഭവിച്ചത് പോയതാണോ, അതോ ടെൻഷൻ കൊണ്ട് അറിയാൻ പറ്റത്തില്ല ഏട്ടാ. അത് ടെൻഷൻ ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ചില സീനുകളൊക്കെ. അതാ മറ്റേ കല്യാണ സീനല്ലേ? കല്യാണ സീനും ഫസ്റ്റ് നൈറ്റ് സീനും ശരിക്കും എൻജോയ് ചെയ്തു, ഇല്ലാന്ന് പറയണില്ല. പിന്നെ എൻജോയ് ഡാൻസ് പാട്ടൊക്കെ ഇടയിലേക്ക് തിരികെ വന്നപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൊക്കേഷനിൽ വന്ന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഒന്നും കൂടെ ഇതാവുന്നത്, ചാർജ് ആവുന്നത്. രാവിലെ എണീറ്റ് വന്നതിന്റെ, നമ്മൾ ഗാനമേളയ്ക്കൊക്കെ കടന്ന് ഉറങ്ങുമ്പോൾ ഒരു ഉച്ചവരെ എണീക്കുന്നതിന് ശീലമുണ്ട് എനിക്ക്. അപ്പൊ അതനുസരിച്ച് കണ്ണൻചേട്ടൻ എല്ലാം അറിയാം. അതനുസരിച്ച് എനിക്ക് വേണ്ടിയുള്ള ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പല സീനുകൾ വരെ എനിക്ക് തരുവുള്ളൂ. ഉച്ച എത്ര മണിക്ക് എഴുന്നേക്കുന്നത്? അല്ല, ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ സ്വഭാവം കുറച്ച് നന്നായോ? കുറച്ച് നന്നായിട്ടുണ്ട്. കാരണം ഇപ്പൊ 8:30 ആകുമ്പോൾ ഞാൻ എന്തായാലും എണീക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അനുപേനം വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചേ. നല്ല മനുഷ്യനുമാ. അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞ പോലെ എന്ത് മെസ്സേജ് അയക്കോ, കോൾ ചെയ്ത് എത്ര തിരക്കുണ്ടോ എനിക്ക് തിരിച്ചു വിളിക്കോ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതേപോലെ ഒരു നല്ല ഫോട്ടോയും കൂടെ അയച്ചു കൊടുക്കണം. അയ്യോ അനുവേട്ടാ, സോറി ഏട്ടാ. മതി, ഇതാണ് അരൂപ് പറഞ്ഞ മേക്ക് ഓവർ. നോക്ക്, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ഇവിടെ കേറി അതൊക്കെ ആവുന്നു. സുഖായില്ല. അതൊക്കെ ഇപ്പത്തെ ഫോട്ടോയാണ്. റിമി ടോമി മേക്ക് ഓവർ എന്ന് വെച്ചാൽ ഞാനേ റിമിയെ കണ്ടിട്ടുള്ളത് എപ്പോഴാന്ന് വെച്ചാൽ 2002-2003 കാലഘട്ടത്തിൽ കൈരളി TV ഡുണ്ടുണ്ടും PPP ഒരു കൊച്ചു പെണ്ണ് വരും, 2 തുള്ളൊക്കെ തുള്ളിയിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. എനിക്ക് ആഗ്രഹമുണ്ട് കാണാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ ഞങ്ങളുടെ ഈ കനവിലും നിലവിലും എളിയേനി കണ്ടുകൊണ്ടൊരു കഥ എഴുതി. കനവിലും നിലവിലും എളിയേനി കണ്ടുകൊണ്ടൊരു കഥ എഴുതി. അഴകൊഴുകും രൂപങ്ങളിൽ നിന്ന് തന്നെ റിമിക്ക് തന്നെ ഓരോ രൂപം കാണുമ്പോൾ റിമിക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് അനൂപ് ചോദിച്ചത്. സംസാരത്തിന്റെ കാര്യം എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഡുംഡുണ്ടും PPPയിൽ നിന്ന് ഒന്നൊന്നും മുന്നോട്ട് വന്ന അവതാരികയിൽ ഒരുപാട് മാറ്റം വന്നു. കാരണം ഏത് കാര്യവും ഏത് പ്രൊഫഷനും, കൈരളിയിൽ ഫസ്റ്റ് ഞാൻ വന്നിട്ട് എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സിംഗാൻവിൻ്റെ ഓഡിഷനിൽ ഞാൻ വന്നിരുന്നു. അതും പറയണം, ഫസ്റ്റ് ചിങ്ങമാസം എന്ന പാട്ട് ഹിറ്റായതുകൊണ്ട് മാത്രമാണ് കൈരളിക്കാർ ഈ ഡുംഡുണ്ടും PP അവതരിപ്പിക്കാൻ. ഓക്കെ, ചിങ്ങമാസം ഫെയിൻ മീശമാധവൽ പാടിയ കുട്ടിയാണ് കേട്ടോ. മീശമാധവൽ പാടിയ കുട്ടിയാണ്. അപ്പം നാദൃഷികയുടെ കൂടെ നിർത്തിക്കോ എന്ന് കൈരളി ഈ ചാനൽ അനുവദിച്ചത്. പക്ഷേ ഈ ചാനൽ അത് അനുവദിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യം ഞാൻ അവതരിപ്പിച്ച പരിപാടിയും ഡുംഡുണ്ടും PPP ആണ്. സംസാരത്തിൽ ഒത്തിരി മാറ്റം വന്നു. ഒരു മോശം ഉണ്ടായില്ല കണ്ടോ, കൈരളിയുടെ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു വളർച്ചയെന്ന് നോക്ക്. ഈ അനൂപനും തന്നെ കൈരളിയിൽ ശുഭദിനത്തിലൂടെ വന്നയാളാണ്. മോർണിംഗ് ഷോ പ്രോഗ്രാമിലെ ആങ്കർ ആയിരുന്നു. ഒരു ബ്രേക്ക്, ഒരു പക്ഷേ പാലയിലെ ഒരു
പാലയിൽ നിന്ന് ഒരു സാധാരണ പെൺകുട്ടിയായ വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച് എനിക്ക് റിമിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു പക്ഷേ ഞാൻ അറിഞ്ഞതിൽ നിന്ന് വളരെ സാധാരണ പെൺകുട്ടിയായിട്ട് റിമി ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു മാറ്റമാണ്. ഒരു പക്ഷേ പലരെയും വിസ്മയിപ്പിക്കുന്നൊരു മാറ്റമാണ്. ആ മാറ്റമാണ് ഒരു പക്ഷേ റിമി ടോമിയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഭാസം. എന്ന് വെച്ചാൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ നിന്നാണ് മേക്ക് ഓവർ കഴിവ്, വെർസറ്റാലിറ്റി, സംസാരം. അങ്ങനെ എന്നെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കൊക്കെയാണ് നന്ദി പറയേണ്ടത്, പ്രേക്ഷകർക്കാണ് നന്ദി പറയേണ്ടത്. നേരത്തെ സാറ് പറഞ്ഞു സാഹചര്യം കണ്ടാണോ? സാഹചര്യം കൊണ്ട് എനിക്കിത് പൊരുതി നേടാന്ന് വിചാരിച്ചാൽ നമ്മളെ ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. ഇഷ്ടപ്പെടുന്നവരോട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഇഷ്ടപ്പെടാത്തവരോട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല. കാരണം ഞാൻ ആരെയും വീട്ടിൽ ചെന്നിട്ട് ക്രൂരമായി കൊലപാതകം നടത്തുകയോ ദ്രോഹിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചിരിക്കുന്നു, വർത്താനം പറയുന്നതിൽ ചിന്തിക്കാറില്ല, അങ്ങനെ വർത്താനം പറയാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത്രയും ജനങ്ങൾ, നമ്മൾ എത്രയോ പാസ്പോർട്ട് തന്നെ എൻ്റെ കയ്യിൽ 10 പാസ്പോർട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമ്മൾ പൈസ രാജ്യത്ത് പോയിരുന്നുണ്ടോ? ഇഷ്ടംപോലെ മലയാളികളുള്ള സ്ഥലത്തല്ലേ നമുക്ക് വരത്തുള്ളൂ. ഉഗാണ്ട, കെനിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉഗാണ്ട, കെനിയ, ജോഹന്നസ്ബർഗ്, ബോട്സ്വാന, ആഫ്രിക്ക തന്നെ ഇത്ര സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ടാൻസാനിയ. അപ്പോൾ ആലോചിച്ച് എന്നെ പോലെ ഒരാൾക്ക്, ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ആൾക്ക് ഇത്രയും അനുഗ്രഹവും, പ്രത്യേകിച്ച് എന്നാൽ വലിയ ഭയങ്കര സൂപ്പർമാൻ്റെ കഴിവും കൊണ്ടൊന്നുമല്ല ഞാൻ വന്നേക്കുന്നത്.